ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു വീഡിയോ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വീഡിയോ കാണാനിടയായി. ജിഞ്ചർ മീഡിയയ്ക്ക് നമ്മുടെ ആദില നൂറ ലെസ്ബിയൻ കപ്പിൾസ് കൊടുത്തൊരു വീഡിയോ ആണ്. അതിനകത്ത് ആദില പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എൻ്റെ പിതാവിൽ നിന്ന് ഒരു മകൾക്കും എന്താ പറയുക അനുഭവിക്കാൻ അല്ലെങ്കിൽ മകളും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പിതാവിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു മകൾക്കും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവതാരകൻ നമ്മുടെ റോഹൻ ചോദിക്കുന്നു അത് വെർബലി പറയാൻ പറ്റില്ലേ? ഇല്ല, പറയാൻ ബുദ്ധിമുട്ടാണ്. അതൊരു ട്രോമ വരുന്ന ഒരു സംഭവമാണ്, അതെനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പം എന്നിട്ട് പറയുന്ന ഒരു മകൾക്കും ഒരു പിതാവിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതെന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു വ്യക്തികളാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മുടെ എന്താ പറയണേ, നൂറ ഉണ്ടല്ലോ, ഇവരുടെ പാർട്ണർ പറയുന്നുണ്ട് ഇവരുടെ താഴെ ഇവർക്ക് സിബ്ലിങ്സ് ഉണ്ടായതുകൊണ്ട്, സഹോദരങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവർ പോട്ടെ എന്ന് വെച്ചത് എന്ന് പറയുന്നു. അപ്പം ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവരുടെ മാതാപിതാക്കൾ ഇവരോട്, ഇപ്പം പിതാവ് ഒരു മകളോട് പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്നിവർ പറയാതെ എന്താണ് പറയുന്നത്? അത് നമുക്കത് മനസ്സിലാവുന്നില്ല. നമ്മളൊരു മാതാപിതാക്കളെ ആയാലും അത് ആരെ ആയാൽ പോലും നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അത് വ്യക്തവും ക്ലിയറുമായിട്ട് പറയണം, അല്ലേ? വളരെ ക്ലിയറായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള വളരെ സെൻസേഷനായിട്ടുള്ള ഒരു കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടത്. ഇത് പലരും ഇവരെന്താണ് പറഞ്ഞത്, ഇപ്പോഴും കമൻറ്റ് ബോക്സിലായാലും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. പിതാവിനെ മോശമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ പലരും പറയുന്നുണ്ട് പിതാവ് അബ്യൂസ് ചെയ്തതാണ്, പിതാവ് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണ്, റേപ്പ് ചെയ്തതാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പോൾ നൂറയുടെ പാരൻസ് വരെ ടോക്സിക്കാന്ന് പറഞ്ഞു, ഇവരുടെ പിതാവ് ഇവരെ അബ്യൂസ് ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണോ പിന്നീട് ഈ പാരൻസ് ആണോ ഇവിടെ ബിഗ് ബോസിലേക്ക് വരാനായിട്ട് ഇവരെ ആഗ്രഹിച്ചത്? അല്ല, എനിക്ക് അറിയാൻ ചോദിക്കുകയാണ്. ഇവരുടെ പാരൻസ് ബിഗ് ബോസിലേക്ക് വരണമെന്ന് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു, അവർ എന്നൊക്കെയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള പാരൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വളരെ വളരെ മോശമായിട്ടുള്ള, കാരണം ഒരു പിതാവ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കേസിലിടണം. പ്രത്യേകിച്ച് താഴെയുള്ളത് പെൺകുട്ടികളാണ്, സിബ്ലിങ്സ് എന്ന് പറഞ്ഞ പെൺകുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പിതാവിൽ നിന്ന് വീണ്ടും അവർക്ക് പ്രശ്നങ്ങൾ നേരിടാം. അതല്ല എങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പറഞ്ഞത് ഗുരുതരമായിട്ടുള്ളൊരു തെറ്റല്ലേ? സ്വന്തം മകൾ ഒരു അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ ആ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? അവരുടെ വീടിൻ്റെ ഒരു അവസ്ഥ എന്താവും? അവരുടെയൊക്കെ പുറത്തിറങ്ങി അവരൊക്കെ സത്യം പറഞ്ഞാൽ ജീവിക്കാൻ അവർക്ക് പറ്റുമോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇത് കേട്ടിട്ട് എനിക്ക് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഒരിക്കലും ഇവരെക്കുറിച്ച് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്കത് വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇതിന് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവരെക്കുറിച്ച്, മാതാപിതാക്കൾ മാറോട് ചേർക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഘോരം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പിന്നീട് ഇവരെ തിരുത്തി. കാരണം ഇവർക്ക് അനീഷിനോടുള്ള എൻ്റെ വാപ്പയെ പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കുറേ സംസാരങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇവളൊക്കെ അപ്പോഴെനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ ഇല്ലാത്തവരുണ്ടല്ലോ, കൈ പണിഞ്ഞു വെച്ചടിക്കും എന്നൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്. കൈ പണിഞ്ഞു വെച്ചടിക്കുന്ന അത്ര മോശപ്പെട്ട ബിഹേവിയറാണ് എന്നുള്ളത് നമുക്ക് അത് കൃത്യമായിട്ട് ബിയിൽ നിന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ ഇന്നിപ്പം ഈ ഒരു ജിഞ്ചർ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിന്, ജിഞ്ചർ മീഡിയ എൻ്റർടൈൻമെൻറ്റ് എന്നൊരു ചാനലിന് ഇവർ കൊടുത്തിരിക്കുന്ന ഒരിത് അതൊരു ഷോർട്ടായിട്ട് ഞാൻ കണ്ടതാണ്. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരാണോ പാരൻസ് എങ്കിൽ ആ പാരൻസ് വരാനാണോ ഇവരെ ആഗ്രഹിച്ചത്? എൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾക്കും അങ്ങനെ തോന്നില്ലേ? ഈ അബ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച, അല്ലെങ്കിൽ റേപ്പ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ അബ്യൂസ് ചെയ്തെന്ന് കമൻറ്റ് ബോക്സിലാണ് ഞാൻ കണ്ടത്. ഇവർ ഏതോ ഒരു ഇതിലൊക്കെ ടോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഇവർ അബ്യൂസ് ചെയ്തെന്നൊക്കെ പറഞ്ഞു ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ കമൻറ്റ് ബോക്സിലും കണ്ട്. പക്ഷേ ഒരു പിതാവും ഒരു മകളോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത് എനിക്ക് വെർബലി പറയാൻ ബുദ്ധിമുട്ട്. ഇപ്പം മർദ്ദിച്ചതാണെങ്കിലും അടിച്ചതാണെങ്കിലും സ്വാഭാവികമായിട്ടും നമ്മളെ മാതാപിതാക്കളൊക്കെ നമ്മളെ കുറ്റം ചെയ്താൽ അടിക്കാറുണ്ട്, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം കണ്ടാൽ അടിക്കാറുണ്ട് എന്നൊക്കെയാണ് നമുക്കറിയാം. എൻ്റെ അച്ഛനൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമല്ല. ഇത് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അതും താഴെ സഹോദരിമാർ സിബ്ലിങ്സ് ഉണ്ടായതുകൊണ്ട് ഞാനങ്ങ് സഹിച്ചതാണ്. അല്ലെങ്കിൽ പാർട്ണർ പറയുന്ന അവൾ സിബ്ലിങ്സ് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ സഹിച്ചത് ഞങ്ങളുടെ റിലേഷൻ അറിഞ്ഞതിന് ശേഷമാണ് എന്ന് പറയുമ്പോൾ എന്തും വലിയ ഗുരുതരമായിട്ടുള്ളൊരു വലിയ തെറ്റാണ് ആ പിതാവിൽ നിന്ന് വന്നതെന്നാണ് കാണുന്നവരും കേൾക്കുന്നവരും ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ഈ പാരൻസിനെ ഇവരെന്തുകൊണ്ട് ബിയിൽ വരാനോ ആഗ്രഹിച്ചു? അപ്പോൾ ഇവരെല്ലാം ഇവരുടെ ഡ്രാമയല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ആൾക്കാർ ബിയിൽ വരാൻ ആഗ്രഹിക്കുമ്പം അയ്യോ എൻ്റെ പാരൻസ് വരുന്നില്ല, എൻ്റെ മാതാപിതാക്കൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ള പാരൻസ് വന്നിട്ട് നിങ്ങളെല്ലാവരും വരൂ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഡ്രാമയല്ലേ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്?
ഇവരെന്ത് മനുഷ്യരാണ് സത്യം പറഞ്ഞാൽ. ഇവരെ മനുഷ്യരായിട്ട് കാണണം, ഞങ്ങളെല്ലാവരും ഒരേ കണക്ക് മനുഷ്യരാണ്. നിങ്ങളും മനുഷ്യരാണ്, പക്ഷെ നിങ്ങളുടെ ക്യാരക്ടർ കാണുമ്പോൾ നിങ്ങൾ ചെകുത്താന്മാരായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അല്ലാണ്ട് നിങ്ങളുടെ ഈ ഒരു ലെസ്ബിയൻ ബന്ധത്തിനല്ല നമുക്ക് തോന്നുന്നത്. നിങ്ങളുടെ ലെസ്ബിയൻ ബന്ധമോ നിങ്ങളുടെ ഗേ ബന്ധമോ അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ ക്യാരക്ടർ കാണുമ്പോൾ നിങ്ങൾ മനുഷ്യന്മാരുടെ സ്വഭാവം അല്ല കാണിക്കുന്നത്. നിങ്ങൾ ഫുള്ള് ഡ്രാമയാണ്. നിങ്ങൾ രാത്രി 12 മണിയായപ്പോൾ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ് അവർ ഡ്രാമ കളിക്കുവാണ്. അത് ചെയ്യണം ഇത് ചെയ്യണം. രണ്ടുപേരും ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ട് വന്നിട്ട് 2 കണ്ടസ്റ്റൻ്റായിട്ട് ഇപ്പോഴും രണ്ടുപേരും മടിയിൽ ചാഞ്ഞ് കിടന്നിട്ട് ഓരോന്നൊന്ന് പ്ലാൻ ചെയ്യുവാണ്. ഒരാളെ കൺട്രോൾ ചെയ്യുന്നു, മറ്റേയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഒരാൾ ഇന്നത് ചെയ്യാൻ പറയുന്നു, അത് ചെയ്യാൻ പറയുന്നു, അവരുടെ കൂടരുതെന്ന് പറയുന്നു, അവരുടെ കൂടാൻ പറയുന്നു. ഇത് തന്നെയാണ്. എന്നാൽ ചോദിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ തമ്മിൽ എല്ലാവരും അവിടെ ഫ്രണ്ട്സായിട്ടുള്ളവർ തമ്മിൽ ഗെയിം പ്ലാൻ ചെയ്തോട്ടെ. പക്ഷേ ഇതൊരു ഗെയിം പ്ലാൻ അല്ല. രണ്ടുപേരും കൂടി മൈക്ക് ഊരിയിട്ട് അകത്ത് കയറുന്നു, ആ ഒരു ഡ്രസ്സിങ് റൂമിൽ മൈക്ക് ഊരി കയറുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ഗെയിമല്ലേ, റിയാലിറ്റി ഷോ അല്ലേ. ഇവർ പാർട്ട്നേഴ്സാണെന്നും പറയുന്നത്, ഇവർ ഈ എന്താ പറയുക ദമ്പതികളാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ദമ്പതികളായവർ മൈക്ക് ഊരിയിട്ട് അകത്തേക്ക് കയറുന്നു, രണ്ടുപേരോട് ഒരുമിച്ച് കയറണമെന്ന് ബിഗ് ബോസ് തന്നെ പല പ്രാവശ്യം വാൺ ചെയ്യുന്നു. ഇതെല്ലാം അവിടെ നടക്കുകയാണ്. എന്നിട്ട് പാരൻസ് വരാനും പറയുന്നു. ഇത് ഡ്രാമയല്ലാതെ പിന്നെ